ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഫിഷ് ഗീ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അല്ലേ. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ഫിഷ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ടുള്ള ഫിഷ് യൂസ് ചെയ്യാം കേട്ടോ. ആവോലി, ചെറുതായിട്ടുള്ള ആവോലി അതുപോലുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് ഞാനിവിടെ 1 ടീസ്പൂണ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് തിക്ക് പേസ്റ്റാക്കി എടുക്കുക. ഇത് മാംഗ്ലൂരിലെ സ്പെഷ്യൽ ഗീ റോസ്റ്റാണ് കേട്ടോ. ഞാൻ ചിക്കൻ ഗീ റോസ്റ്റും ചെയ്തിട്ടുണ്ട് മാംഗ്ലൂർ സ്പെഷ്യൽ. അത് ചെറിയ ഡിഫറൻസ് ഉണ്ട് ചെയ്യുന്ന രീതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ മീനിലോട്ട് ഈ മസാല ഒന്ന് പുരട്ടി കൊടുക്കണം. ചെറുതായിട്ട് മതി, അങ്ങനെ കട്ടിക്ക് വേണ്ട. നമുക്കിതിന് ഒന്നും കൂടെ വേറൊരു മസാലയിലോട്ട് ആഡ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ ഇത് മാറ്റി വെക്കണം. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു മസാല റെഡിയാക്കാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 12 കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ഞാനെപ്പോഴും അധികം എരിവില്ലാത്ത മുളകാണ് കേട്ടോ യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളകും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് ക്യൂമിൻ, ചെറിയ ജീരകം, പിന്നെ 1/4 ടീസ്പൂണ് ഉലുവ. ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, കരിഞ്ഞു പോകരുത്. ഇതിപ്പോൾ റോസ്റ്റായിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 10 ഗാർലിക് അല്ലി ചേർക്കുന്നുണ്ട്. വലിയ അല്ലിയാണെങ്കിൽ 8 അല്ലിയൊക്കെ മതിയാകും കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് പുളി, ടാമറിൻഡ്, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഫൈൻ പേസ്റ്റായിട്ട് തന്നെ നല്ല നൈസായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2-3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിഷ്ടമുള്ള മീൻ വെച്ച് ചെയ്യാം കേട്ടോ. പ്രോൺസ്, കൂന്തൽ, അതും ചെയ്യാം, സെയിം റെസിപ്പി. പിന്നെ ഇവിടെ മീൻ കിട്ടുന്നതൊക്കെ കുറവാണ്. ഫ്രഷായിട്ടുള്ള മീനൊന്നും അങ്ങനെ കിട്ടാറില്ല. ഒരു സൈഡ് ചെറുതായിട്ട് മൊരിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇത് പാനിൽ നിന്നും മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം പാനിൽ തന്നെ നേരത്തെ അരച്ച് വെച്ച ഈ ഒരു മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നെയ്യ് എടുത്ത് വെക്കുക. എന്നിട്ട് കുറേശ്ശെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കണം. ഇത് നല്ല തിക്കായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവമാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ. നല്ല ടേസ്റ്റുണ്ട് ഈ ഒരു ഫിഷ് ഗീ റോസ്റ്റ്. അതുപോലെ ചിക്കൻ ഗീ റോസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, മാംഗ്ലൂർ സ്റ്റൈലിൽ ചെയ്തത്. ഇത് ഓൾമോസ്റ്റ് ആകാറായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറി ലീവ്സും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ നല്ല തിക്കായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നിരത്തി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇട്ട് കൊടുക്കുക. ഫിഷൊക്കെ ഒന്നിങ്ങനെ നിരത്തി കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഒരു 1-2 ടീസ്പൂൺ ഒന്ന് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക, എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. മസാലയൊക്കെ ഈ മീനിലോട്ടൊന്ന് പിടിക്കണം, അത്രേ വേണ്ടുള്ളൂ. ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത ഫിഷാണല്ലോ.
അപ്പോൾ ഇത് ജസ്റ്റ് മസാല ഒന്ന് ഫിഷിലോട്ട് നല്ലോണം പിടിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് മീനിൽ. ഇതിപ്പോൾ ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.